പഠനത്തിലേക്ക് പ്രവേശിക്കാം. ദാനിയേൽ പ്രവചനം പഠനത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പ്രാരംഭമായി അതിൻ്റെ ചില മുഖവരയായിട്ടുള്ള കാര്യങ്ങളാണ് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അതിനുശേഷം മാത്രമേ ദാനിയേൽ പ്രവചന വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസന്നിധാനത്തിൽ ആയിരിക്കാം. ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് പ്രവചനം എന്നാൽ എന്താണ് എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതാണ്. ബിബ്ലിക്കലായിട്ട് പ്രവചനം എന്നാൽ എന്ത് എന്ന് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്രമാത്രം കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് പ്രവചനം? ഭൂതവർത്തമാന ഭാവി കാര്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് പ്രവചനം എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. എന്താണ് പ്രവചനം? ഭൂത വർത്തമാന ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവിക സന്ദേശമാണ് പ്രവചനം. അതാണ് പ്രത്യേക നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യം. അപ്പോൾ പ്രവചന ഭാഗത്ത് ഈ 3 കാലങ്ങളിലെ വിഷയങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്: ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. നമുക്ക് പലർക്കും ഒരു ചിന്തയുള്ളത്, ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ഇന്ന് പ്രവചനം കേൾക്കാം. അങ്ങനെയുള്ളതായ താല്പര്യത്തോടുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ മേലാൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ വചനാനുസരണം പ്രവചനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതും വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ദൈവത്തിൻ്റെ സന്ദേശത്തിനാണ് എന്ത് പറയുന്നത്? പ്രവചനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ വിഷയങ്ങളും എഴുതുമ്പോൾ അതിനൊരു ഹെഡിങ് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പൊ പറഞ്ഞത് എന്താണ് പ്രവചനം, അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്ത് ഒരു അണ്ടർലൈൻ ഒക്കെ ചെയ്ത് വേണം അതിൻ്റെ വിഷയം അതിൻ്റെ താഴെ കുറിക്കുവാനായിട്ട്. അടുത്തതായിട്ട് പഴയ നിയമഭാഗത്തോടുള്ള ബന്ധത്തിൽ എഴുതാൻ പറഞ്ഞതല്ല, പഴയ നിയമഭാഗത്തോടുള്ള ബന്ധത്തിൽ ദൈവമാക്കി വെച്ചിരുന്നതായ 2 ശുശ്രൂഷകളാണ്. ഒന്ന് പ്രവാചക ശുശ്രൂഷയും പൗരോഹിത്യ ശുശ്രൂഷയും. എന്ന് പറഞ്ഞാൽ പ്രവാചകനുണ്ടായിരുന്നു, പുരോഹിതനും ഉണ്ടായിരുന്നു. മാത്രമല്ല, വേണമെങ്കിൽ രാജാവിനെയും ദൈവമാണ് ആക്കി വെക്കുന്നത്, അങ്ങനെ വേണമെങ്കിലും പറയാം. അങ്ങനെയാണെങ്കിൽ പ്രവാചകനാര്, പുരോഹിതനാര്, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പുരോഹിതൻ ആരാണ്? പ്രവാചകൻ ആരാണ്? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കു വേണ്ടി ദൈവസന്നിധിയിൽ ചെന്ന് മനുഷ്യർക്കായി മധ്യസ്ഥത വഹിക്കുന്ന വ്യക്തിയാണ് ആര്? പുരോഹിതൻ. പുരോഹിതൻ ആരാണ്? മനുഷ്യർക്കു വേണ്ടി ദൈവസന്നിധിയിൽ ചെന്ന് മനുഷ്യർക്കായി മധ്യസ്ഥത വഹിക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ. അപ്പോൾ പുരോഹിതൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായി. അടുത്തത് പ്രവാചകൻ ആരാണ്? പ്രവാചകൻ ആരാണ്? ആരാണ് പ്രവാചകൻ?
ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിന്റെ നാവാൽ മനുഷ്യരോട് അരുളി ചെയ്യുന്നവരാണ് ആര്? പ്രവാചകൻ. എന്നൂടെ പറയാം. ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിന്റെ നാവാൽ മനുഷ്യരോട് അരുളി ചെയ്യുന്നവരാണ് ആര്? പ്രവാചകൻ. പ്രവാചകൻ. അപ്പോൾ പുരോഹിതൻ ആരാണെന്ന് മനസ്സിലായി, പ്രവാചകൻ ആരാണെന്ന് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമഭാഗം നാം ശ്രദ്ധിച്ചാൽ പ്രവചനം കൊണ്ട് എന്ത് സംഭവിക്കണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? പ്രവചനം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒന്ന് വരുന്ന ലേഖനം 14-ന്റെ 3-ാം വാക്യമാണ് അതിന് ആധാരമായിട്ടുള്ളത്. ആർക്കെങ്കിലും ഒരാൾക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 14-ന്റെ 3-ാമത്തെ വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. മതി. താങ്ക് യു. അപ്പോൾ പ്രവചനം കൊണ്ട് എന്താണ് സംഭവിക്കേണ്ടതെന്ന് അവിടെ വായിച്ചു. 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ആത്മീയ വർധനവ്. 2, പ്രബോധനം. 3, ആശ്വാസം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാകണം. ഏത് നിമിത്തം? പ്രവചനം നിമിത്തമായിട്ട്. എന്തൊക്കെ? ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ആത്മീയ വർധനം ഉണ്ടാകണം. 2, പ്രബോധനം ഉണ്ടാകണം. 3, ആശ്വാസം ഉണ്ടാകുവാനിടയാകണം. അപ്പോൾ സഭയ്ക്കകത്ത് പ്രവചനം കൊണ്ടുണ്ടാകേണ്ടതായ കാര്യമാണ് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും സാധിച്ചത്. ഇനി സഭയുടെ വെളിയിലുള്ളവർക്ക് അല്ലെങ്കിൽ സഭയിൽ വരാതിരിക്കുന്നവർക്ക് പ്രവചനം കൊണ്ട് എന്ത് സംഭവിക്കണം? വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 24, 25 വേദഭാഗങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 14-ന്റെ 24, 25 വേദഭാഗങ്ങൾ വായിക്കാം. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ വായിച്ചു. അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയ രഹസ്യം വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ് വീണ് ദൈവം വാസ്തവമായ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. മതി. താങ്ക് യു. ഇവിടെ ദൈവസഭയുടെ വെളിയിലുള്ളവർക്ക് പ്രവചനം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതായത് ഒരു വ്യക്തി, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ദൈവസഭയ്ക്കകത്തേക്ക് വന്നാൽ ദൈവസഭയിൽ ഉണ്ടാകുന്ന പ്രവചന നിമിത്തമായി സഭയുടെ വെളിയിൽ നിന്ന് വന്നതായ വ്യക്തിക്ക് എന്തൊക്കെ അനുഭവം ഉണ്ടാകണം? 1, അവന് പാപബോധം ഉണ്ടാകണം. 2,
അവൻ വിവേചിക്കപ്പെടണം. 3, അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടണം. 4, ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ദൈവസന്നിധാനത്തിൽ വീഴുവാനായിട്ടിടയാകണം. അപ്പോൾ പ്രവചനം കൊണ്ട് ദൈവസഭയുടെ വെളിയിലുള്ളവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 24, 25 വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, പൊതുവായിട്ട് പ്രവചന മുഖാന്തരം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതായ പുസ്തകം ദാനിയേൽ പ്രവചനമാണ്. അതുകൊണ്ട് ഈ പ്രവാചക പുസ്തകങ്ങൾ കൊണ്ട് യെശയ്യാവ് മുതൽ പഴയ നിയമത്തിൽ മലാഖി വരെയുള്ളതായ പുസ്തകങ്ങളെയെല്ലാം വിളിക്കുന്നത് പ്രവാചക പുസ്തകങ്ങളെന്നാണ്. പ്രവാചക പുസ്തകങ്ങൾ. ഈ യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ളതായ 16 പുസ്തകങ്ങളിൽ 4 പുസ്തകങ്ങളെ വലിയ പ്രവാചകന്മാരുടെ പുസ്തകമെന്നും ബാക്കി 12 പുസ്തകങ്ങളെ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെന്നുമാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ആകെ എത്ര പ്രവചന പുസ്തകങ്ങളുണ്ട്? 16 പ്രവചന പുസ്തകങ്ങളുണ്ട്. അതിനെ 2ആയിട്ട് തിരിച്ച് ഞാൻ പറഞ്ഞു. 1-ാം ഭാഗം വലിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ. ഏത് മുതൽ ഏതുവരെ? യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ഈ 4 പുസ്തകങ്ങളെ വലിയ പ്രവാചകന്മാരുടെ പുസ്തകം എന്നറിയപ്പെടുമ്പോൾ തുടർന്നുള്ളതായിരിക്കുന്ന 12 പുസ്തകങ്ങളെ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ പ്രത്യേകാൽ ഓർത്തിരിക്കേണ്ടതായ മറ്റൊരു കാര്യം. പഴയ നിയമത്തിൽ നമുക്ക് 39 പുസ്തകങ്ങൾ മൊത്തം കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളതായിരിക്കുന്ന ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ 39 പുസ്തകങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ 39 പുസ്തകങ്ങളെ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചു പഠിക്കാനായിട്ട് കഴിയും. 4 ഭാഗങ്ങളായിട്ട് തിരിച്ചു പഠിക്കാം. ഏതൊക്കെയാണ്? 1, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങൾ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. 2-ാം ഭാഗം ചരിത്ര പുസ്തകങ്ങൾ എന്നറിയപ്പെടും. മുതൽ ഇയ്യോബിന്റെ പുസ്തകങ്ങൾ വരെയുള്ളതായ പുസ്തകങ്ങളെ ചരിത്ര പുസ്തകങ്ങൾ അറിയപ്പെടുന്നു. അടുത്ത ഭാഗം പദ്യപുസ്തകങ്ങളാണ്.
സങ്കീർത്തനം, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, ഇതെല്ലാം പദ്യപുസ്തകങ്ങളാണ്. പദ്യപുസ്തകങ്ങൾ. ഇനി പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ 27 പുസ്തകങ്ങൾ കാണാൻ കഴിയും. 27 പുസ്തകങ്ങൾ. ആ പുതിയ നിയമ പുസ്തകങ്ങളെയും 4 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ച് പഠിക്കുവാൻ കഴിയും. ഒന്ന്, സുവിശേഷങ്ങൾ. സുവിശേഷം ഒന്നേ ഉള്ളൂ, പക്ഷേ 4 പേര് കൂടിയാണ് അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാം ഭാഗം സുവിശേഷങ്ങൾ: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. രണ്ടാം ഭാഗം ചരിത്ര പുസ്തകം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. മൂന്നാം ഭാഗം ലേഖനങ്ങൾ, റോമർ മുതൽ യൂദ ലേഖനം വരെയുള്ള ഭാഗങ്ങളെ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നു. 21 ലേഖനങ്ങൾ. അപ്പോൾ ഒന്നാം ഭാഗം സുവിശേഷങ്ങൾ, രണ്ടാം ഭാഗം ചരിത്ര പുസ്തകം, മൂന്നാം ഭാഗം ലേഖനങ്ങൾ, നാലാം ഭാഗം പ്രവചന പുസ്തകം, വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രവചന പുസ്തകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം, അതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ബൈബിളിലെ പ്രവചന പുസ്തകങ്ങൾ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്? ഞാൻ പറയുന്ന ഹെഡിങ് അതാത് സമയത്ത് എഴുതിക്കോണം. പ്രവചന പുസ്തകങ്ങൾ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു? 4 കാര്യങ്ങൾ പറയാം. 4 കാര്യങ്ങൾ. ഒന്ന്, ദൈവിക യാഥാർത്ഥ്യങ്ങൾ മനുഷ്യൻ ഗ്രഹിക്കുക. ദൈവിക യാഥാർത്ഥ്യങ്ങൾ മനുഷ്യൻ ഗ്രഹിക്കുക. രണ്ട്, പാപികൾക്ക് മുന്നറിയിപ്പും താക്കീതും നൽകുക. പാപികൾക്ക് മുന്നറിയിപ്പും താക്കീതും നൽകുക. മൂന്ന്, ദൈവത്തെ ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ആശ്വാസം നൽകുക. ദൈവത്തെ ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ആശ്വാസം നൽകുക.
നാലാമത്തെ കാര്യം, മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുക. അടുത്ത വിഷയം പ്രവചന പുസ്തകങ്ങളിൽ കാണുന്ന 7 കാലങ്ങൾ അല്ലെങ്കിൽ 7 കാലയളവുകൾ എന്ന് വേണമെങ്കിലും എഴുതാം. പ്രവചന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 7 കാലയളവുകൾ. 1, പ്രവാചകന്റെ ജീവകാലം. പ്രവാചകന്റെ ജീവകാലം. 2, ഇസ്രായേലിന്റെ പ്രവാസകാലം. ഇസ്രായേലിന്റെ പ്രവാസകാലം. 3, ഇസ്രായേലിന്റെ ശത്രു സംഹാരകാലം. 4, ഇസ്രായേലിന്റെ പ്രാരംഭ യഥാസ്ഥാപനകാലം. ഇസ്രായേലിന്റെ പ്രാരംഭ യഥാസ്ഥാപനകാലം. 5, മശിഹായുടെ 1-ാം വരവ്. മശിഹായുടെ 1-ാം വരവ്. 6, ഇസ്രായേൽ ജാതിയുടെ ഔദ്യോഗിക യഥാസ്ഥാപനകാലം. ഇസ്രായേൽ ജാതിയുടെ ഔദ്യോഗിക യഥാസ്ഥാപനകാലം. 7-ാമത്തത് മശിഹായുടെ 2-ാം വരവ്. മശിഹായുടെ 2-ാം വരവ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള അടുത്ത കാര്യം, പ്രവചനങ്ങളുടെ ചില പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. പ്രവചനങ്ങളുടെ ചില പ്രമാണങ്ങൾ. ഇതല്പം നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ
ഈ ഭാഗം നമുക്ക് ചിന്തിക്കാം. പ്രവചനങ്ങളുടെ ചില പ്രമാണങ്ങളുണ്ട്. പ്രമാണങ്ങൾ. ഒന്നാമത്തെ പ്രമാണം വിദൂര ദർശന പ്രമാണം എന്നറിയപ്പെടും. എന്താണ് വിദൂര ദർശന പ്രമാണം? ഞാൻ അതിനെക്കുറിച്ചൊരു വിശദീകരണം പറയാം. ഞാൻ എല്ലാം എഴുതിയെടുക്കാനായിട്ടല്ല പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുന്ന വിശദീകരണം നിങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളണം. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ് കേട്ടോ. അത് എന്താണെന്ന് ഞാൻ അറിവിന് വേണ്ടി ഒരു കാര്യം പറയാം. വിദൂര ദർശന പ്രമാണം എന്നാൽ എന്താണെന്ന് പറയാം. അത് വേദപുസ്തകത്തിലെ ചില പ്രവചന ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു പ്രവചനത്തോട് ചേർന്ന് മറ്റൊരു പ്രവചനം കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ആദ്യത്തേത് സംഭവിച്ച ഉടനെ അടുത്ത കാര്യം സംഭവിക്കുന്നുവെന്ന് നമുക്ക് തോന്നാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വേദപുസ്തകത്തിലെ ചില പ്രവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വാക്യത്തിൽ അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന 2 വാക്യങ്ങളിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗം സംഭവിച്ചു കഴിഞ്ഞ് അടുത്ത് പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗം ഉടനെ സംഭവിക്കുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. അത് വ്യക്തമായി പഠിക്കുമ്പോൾ ആദ്യത്തെ പ്രവചന ഭാഗം അല്ലെങ്കിൽ പ്രവചനം നിവർത്തിക്കപ്പെട്ട ശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അടുത്ത് പറഞ്ഞിരിക്കുന്ന പ്രവചനം സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയുള്ളതായ പ്രവചന ഭാഗങ്ങളെ നമുക്ക് ഏത് പ്രമാണത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം? വിദൂര ദർശന പ്രമാണത്തിൽ ഉൾപ്പെടുത്താം. ഞാന് അതിന് ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. എടുത്തായിട്ട് യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 61-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ ആരെങ്കിലും വായിച്ചാട്ടെ. എളിയവരുടെ സ്വദ്വർത്താനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് വെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതരെയും ആശ്വസിപ്പിക്കുവാനും. മതി. ഈ വേദഭാഗം വായിച്ച സമയത്ത് 2 പ്രയോഗങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രസാദവർഷവും മറ്റൊന്ന്
പ്രതികാര ദിവസവും. കണ്ടോ? ഒന്നാമത്തേത് ഏതാണ്? പ്രസാദ വർഷം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തതായ കാര്യമാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ ലോകത്തിലേക്ക് ദൈവം അയക്കുന്നതിന്റെ ഉദ്ദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പ്രസാദ വർഷം അറിയിപ്പാനും പ്രതികാര ദിവസം അറിയിപ്പാനുമാണ് പിതാവ് പുത്രനായ യേശുവിനെ അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്നാണ് യെശയ്യാവിൽ കൂടെ അവിടെ അറിയിച്ചിരിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചല്ലേ വായിച്ചേ? അടുത്തടുത്തല്ലേ വായിച്ചേ? പ്രസാദ വർഷം അറിയിപ്പാനും, നോക്കിക്കേ, പ്രസാദ വർഷം അറിയിപ്പാനും പിന്നെ പ്രതികാര ദിവസം അറിയിപ്പാനും. ഇത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന രണ്ട് പ്രവചന ഭാഗമാണ്. മനസ്സിലായോ? യേശുവിനെ ലോകത്തിലേക്ക് പിതാവ് അയക്കുന്നത് ഒന്ന് പ്രസാദ വർഷം അറിയിപ്പാന്, മറ്റൊന്ന് പ്രതികാര ദിവസം അറിയിപ്പാന്. അപ്പൊ ഇത് രണ്ട് പ്രവചനമാണ്. ഒന്ന് പ്രസാദ വർഷം അറിയിക്കുക, രണ്ട് പ്രതികാര ദിവസം. ഇത് രണ്ടും ഒരുമിച്ചാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ആദ്യം നടക്കേണ്ടത് ഏതാണ്? പ്രസാദ വർഷം. അടുത്ത് നടക്കേണ്ടത് ഏതാണ്? പ്രതികാര ദിവസം. ഒരുമിച്ചാണ് ഇത് വായിച്ചതെങ്കിലും ഒന്നിനോടൊന്ന് ചേർന്ന് നടക്കുന്നുവെന്ന് ചിന്തിക്കരുത്. എന്ന് പറഞ്ഞാൽ പ്രസാദ വർഷം അറിയിച്ചതിന് ശേഷം പ്രതികാര ദിവസം അറിയിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചില വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം വിദൂര ദർശന പ്രമാണത്തിലെ ഒരു ഉദാഹരണമായത്. ഇതുപോലെ പല പ്രവചന ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതെങ്ങനെ നമുക്ക് തെളിയിക്കാം? എടുത്ത് വായിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം എടുത്താട്ടെ. 4-ാം അധ്യായം 16 തൊട്ട് ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 4:16 മുതൽ ഒന്ന് വായിച്ചാട്ടെ. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ശബ്ബത്തിൽ തൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായിക്കുവാൻ എഴുന്നേറ്റു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ എന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. വായിച്ചു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവനിൽ പതിഞ്ഞിരുന്നു. മതി. അപ്പോൾ യേശു കർത്താവിന്റെ ശുശ്രൂഷ കാലത്ത് യേശു ദൈവാലയത്തിൽ ചെന്ന സമയത്ത് പുസ്തകം വായിക്കുവാനായിട്ട് അവന്റെ പക്കൽ ഏൽപ്പിച്ചു. ഏത് പുസ്തകം വായിക്കാൻ കൊടുത്തേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. നമ്മൾ നേരത്തെ വായിച്ച ഭാഗം ഏതാ? യെശയ്യാ പ്രവചനം 61-ാം അധ്യായം വായിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ഇതെല്ലാം ഏത് കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ്? പ്രസാദ വർഷത്തിൽ ഉൾപ്പെടുന്നതാണ്.
കർത്താവ് അവിടെ വരെ വായിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഒന്നാമത്തെ വരവിൽ കർത്താവിനുള്ളതായിരിക്കുന്ന നിവൃത്തി എന്തായിരിക്കണം? പ്രസാദ വർഷം അറിയിക്കുക എന്നുള്ളതാണ്. കണ്ടോ? അങ്ങനെ പ്രസാദ വർഷം എന്ന് വായിച്ച് പുസ്തകം താൻ മടക്കി. അടുത്ത ഭാഗം വായിച്ചോ? പ്രതികാര ദിവസം എന്നുള്ളത് വായിച്ചോ? ആ പുസ്തകത്തിലുണ്ടത്, പക്ഷെ വായിച്ചില്ല. കാരണം കർത്താവിന്റെ ഒന്നാമത്തെ വരവിന്റെ ഉദ്ദേശം പ്രസാദ വർഷം അറിയിക്കുക എന്നുള്ളതാണ്. ഇനി ഏത് ആണ് വരേണ്ടത്? പ്രതികാര ദിവസമാണ് വരേണ്ടത്. പക്ഷെ ഒന്നാമത്തെ വരവിൽ ആ പ്രതികാര ദിവസം അറിയിക്കുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം കർത്താവ് വായിക്കാതെ പ്രസാദ വർഷം അറിയിപ്പാനാണ് ദൈവം എന്നെ പിതാവ് അയച്ചിരിക്കുന്നതെന്ന് വായിച്ച് പുസ്തകം മടക്കി ശുശ്രൂഷക്കാരുടെ പക്കൽ കർത്താവ് പുസ്തകം കൊടുക്കുവാനായിട്ടിടയായി. അപ്പോൾ യേശു ലോകത്തിൽ ഒന്നാമത് വന്നപ്പോൾ കർത്താവ് സുവിശേഷം പ്രസംഗിച്ചു, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, ബദ്ധന്മാരെ വിടുവിച്ചു. അങ്ങനെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തതിനെയാണ് പ്രസാദ വർഷമെന്ന് യെശയ്യാവ് പറഞ്ഞത്. ഇനി അടുത്ത ഭാഗം നോക്കിയേ. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ചേ. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ പ്ലീസ് വായിച്ചാട്ടെ. പുസ്തകം വായിക്കാൻ ഇത്രയും താമസം എടുക്കരുത്. 2 തെസ്സലോനിക്ക ലേഖനം 1-ന്റെ 6-7 അവസാന വാക്യങ്ങൾ വായിച്ചു. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. അതിന്റെ മുകളത്തെ വാക്യം കൂടെ. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അടുത്ത വാക്യം കൂടെ വായിച്ചേ. 7-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. മതി, താങ്ക് യു. അപ്പോൾ യേശുവിന്റെ പ്രസാദ വർഷം എന്ന് പറയുന്നത് യേശുവിന്റെ ഒന്നാമത്തെ വരവിനെ ഉദ്ദേശിച്ചാണ്. എന്നാൽ 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ നമ്മളിപ്പോൾ വായിച്ച ഭാഗം കണ്ടോ? കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ ഇതെപ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മുടെ കർത്താവ് ഒന്നാമത് വന്ന് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട്
ഉയർത്തെഴുന്നേറ്റ ശേഷം അവന് സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ ആ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, അവൻ പോയതുപോൽ വീണ്ടും വരും. ആ കർത്താവിന്റെ വരവ്, ആദ്യത്തെ വരവ് എന്തിനാണെന്നറിയാമോ? ദൈവസഭയെ ചേർക്കാൻ വേണ്ടിയാ. ദൈവസഭയെ ചേർക്കാനാണ്. എന്നാൽ ദൈവസഭയെ ചേർത്ത ശേഷം കർത്താവ് 7 വർഷം സഭയുമായി സ്വർഗീയ മണ്ഡലങ്ങളിലായിരിക്കും. ആ സമയത്ത് ഭൂമിയിൽ മഹോപദ്രവകാലമായിരിക്കും 7 വർഷം. അങ്ങനെ മഹോപദ്രവകാലം കഴിഞ്ഞ് അഥവാ 7 വർഷം കഴിയുമ്പോൾ കർത്താവ് വീണ്ടും തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി വിശുദ്ധന്മാരോട് ഒരുമിച്ച് ഈ ഭൂമിയിലേക്ക് കർത്താവ് എന്ത് ചെയ്യും? ഇറങ്ങി വരും. ഒലിവുമലയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇവിടെ നമ്മൾ വായിച്ചു, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു വരുന്നത്. അപ്പൊ നോക്കിക്കേ, കർത്താവിന്റെ ഒന്നാമത്തെ വരവും അതിനുശേഷം ഒലിവുമലയിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നതുമായ ആ വരവിന്റെ ഇടയിലുള്ളതായ എത്ര വർഷത്തെ ഗ്യാപ്പുണ്ടോ അത്രയും വർഷങ്ങളുടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൽ പറഞ്ഞ പ്രസാദ വർഷവും പ്രതികാര ദിവസവും എന്ന് പറയുന്നതായിരിക്കുന്ന 2 പ്രവചനങ്ങളാണെങ്കിലും ഒന്ന് സംഭവിച്ച ശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് അടുത്തത് സംഭവിക്കുന്നത്. ഇത് ഏത് പ്രമാണത്തിൽ ഉൾപ്പെട്ടതാണ്? വിദൂര ദർശന പ്രമാണത്തിൽ ഉൾപ്പെട്ടതാണ് എന്നാണ് നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ ഗ്രഹിപ്പാൻ കഴിയും. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെ 2 പർവ്വതങ്ങൾ അടുത്തടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഒന്നിനോട് ചേർന്ന് മറ്റേ പർവ്വതം ഇങ്ങനെ മുട്ടി നിൽക്കുന്നതായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ആ പർവ്വതത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പർവ്വതം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വളരെ മൈലുകൾക്കപ്പുറത്തായിരിക്കും അടുത്ത പർവ്വതം സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഏതാണ്ട് ഒന്ന് പിടികിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വിദൂര ദർശന പ്രമാണം എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും പിടികിട്ടിയെന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുക. ഇനി മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇത്രേ പറയാനൊക്കത്തുള്ളൂ. നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ അത്രേ സമയമുള്ളൂ. അപ്പോൾ പ്രവചനത്തിന്റെ ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് ഏതാണ്? വിദൂര ദർശന പ്രമാണം. അടുത്ത ആ പ്രമാണത്തെ കുറിച്ച് പറയാനായിട്ട് എൻ്റെ മുമ്പിൽ സമയമില്ല. എങ്കിലും അതിന്റെ പേരൊന്ന് പറഞ്ഞു വിട്ടേക്കാം. രണ്ടാമത്തെ പ്രമാണത്തിന്റെ പേരാണ് ദ്വയാർത്ഥ പ്രയോഗ പ്രമാണം. എന്താണ് ദ്വയാർത്ഥ പ്രയോഗ പ്രമാണം? അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം, വേദപുസ്തകത്തിലെ ചില പ്രവചന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രവചനം നിവൃത്തി പദത്തിൽ വന്നാൽ ആ നിവൃത്തി കൊണ്ട് അത് തീരുന്നില്ല. മനസ്സിലായോ? ഒരു പ്രവചന ഭാഗം വായിക്കുമ്പോൾ
അതിന്റെ നിവൃത്തി ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞെങ്കിലും അത് പിന്നെയും പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള പ്രവചന ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. മിക്ക എല്ലാ പ്രവചനവും ഇതിന്റെ സ്വഭാവം എന്താ? ഒരു പ്രവചനം നടത്തി അത് നിവൃത്തിപഥത്തിൽ വന്നാൽ പിന്നെ അത് സംഭവിക്കുന്നില്ല. കർത്താവ് വരും, അല്ലേ? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അത് യേശുവിനെ കുറിച്ചുള്ളത് യെശയ്യാവിന്റെ ഒരു പ്രവചനം. അത് എത്ര പ്രാവശ്യം സംഭവിച്ചു? ഒറ്റ പ്രാവശ്യം, അല്ലേ? കർത്താവ് പിന്നെയും പിന്നെ അങ്ങ് ജനിച്ചുകൊണ്ടിരുന്നോ? ജനിച്ചുകൊണ്ടിരുന്നോ? ഇല്ല. അപ്പൊ ഒരു പ്രവചനം പറഞ്ഞാൽ ഒന്ന് സംഭവിക്കും. അതാണ് സാധാരണ പ്രവചനത്തിന്റെ സ്വഭാവം. എന്നാൽ ദ്വയാർത്ഥ പ്രയോഗ പ്രമാണം എന്ന് പറയുന്നതായ ആ പ്രവചനത്തിന്റെ ലിസ്റ്റ് എടുത്താൽ ഒരു പ്രവചനം ഒരിക്കൽ നിവൃത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവചന ഭാഗങ്ങളുണ്ട്. അതിനെയാണ് എങ്ങനെ വിളിക്കുന്നേ? ദ്വയാർത്ഥ പ്രയോഗ പ്രമാണം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദാഹരണം കേൾക്കാൻ നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അത് ഇന്ന് പറയത്തില്ല, അടുത്ത ക്ലാസ്സിലെ പറയത്തുള്ളൂ. അപ്പൊ അത്രയും ആഗ്രഹത്തോടെ വേണം അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ വരാൻ.